ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു. സന്നിധാനം മുതൽ മരക്കൂട്ടം വരെ തീർത്ഥാടകരുടെ നീണ്ട നിര. ഇന്നലെ 95,326 പേർ 18-ാം പടി ചവിട്ടി. ആകെ 1 ലക്ഷത്തിലധികം ഭക്തർ എത്തി. പമ്പയിലും നിലയ്ക്കലിലും നിയന്ത്രണങ്ങൾ തുടരുകയാണ്. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്നും സനോജ് ചേരുന്നുണ്ട്. സനോജ്, ഗുഡ് മോർണിംഗ്. നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് ഇനിയുള്ള ദിവസങ്ങളെന്ന് പറയുന്നത് അവധി കൂടിയാണ്. കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കൂടുതലായിട്ട് എത്താനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ഇന്നത്തെ ഒരു തിരക്ക് എങ്ങനെയുണ്ട്? പ്രിയ, കഴിഞ്ഞ 7 ദിവസമായി, കഴിഞ്ഞ ഒരാഴ്ചയായി തുടർച്ചയായി 90,000-ന് മുകളിൽ തീർത്ഥാടകരാണ് സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നിലയ്ക്കാത്ത തീർത്ഥാടക പ്രവാഹം എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നലെയും സമാനമായ സാഹചര്യമായിരുന്നു. പ്രിയ സൂചിപ്പിച്ചതുപോലെ തന്നെ 95,326 തീർത്ഥാടകർ ഇന്നലെ മാത്രം ദർശനത്തിനെത്തി എന്നുള്ളതാണ് പോലീസിൻ്റെ കണക്ക്. നമ്മളിപ്പോൾ നിൽക്കുന്നത് സന്നിധാനത്ത് സോപാനത്താണ്. ഇപ്പോൾ ഫ്ലൈ ഓവറിൽ തീർത്ഥാടകർ ദർശനത്തിനായി കാത്തു നിൽക്കുകയാണ്. മണിക്കൂറുകൾ നീണ്ട കാത്തുനിൽപ്പിനു ശേഷമാണ് തീർത്ഥാടകർക്ക് സന്നിധാനത്തേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം അത്രത്തോളം തീർത്ഥാടക പ്രവാഹമാണ് ഈ കാണാൻ കഴിയുന്നത്. എന്തായാലും തീർത്ഥാടകരുടെ തിരക്ക് വരും ദിവസങ്ങളിലും വർദ്ധിക്കുമെന്ന് തന്നെയാണ് പോലീസിൻ്റെ കണക്കുകൂട്ടൽ. അതനുസരിച്ചുള്ള ഒരു ക്രമീകരണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് നിലവിൽ ഇന്ന് രാവിലെയും സമാനമായ ഒരു സാഹചര്യമാണ്. ഇന്ന് ഈ 30,000-ലധികം തീർത്ഥാടകർ ഇതുവരെ മല ചവിട്ടി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. വരും മണിക്കൂറുകളിലും ആ തിരക്ക് തുടരുമെന്നുള്ളതാണ് പോലീസിൻ്റെ വിലയിരുത്തൽ. അതനുസരിച്ചുള്ള ഒരു ക്രമീകരണമാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇന്ന് മുതൽ അവധി ദിവസങ്ങളാണ്. ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞ് വിദ്യാർത്ഥികൾക്ക് അവധി തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ 90,000-ന് മുകളിൽ തീർത്ഥാടകർ എത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് അതിനേക്കാൾ ഉയർന്ന നിലയിലുള്ള സംഖ്യ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല 27-ാം തീയതി ശബരിമലയിൽ മണ്ഡല പൂജയാണ്. അതിന് മുന്നോടിയായിട്ടുള്ള ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. തങ്കയങ്കി ഘോഷയാത്ര നാളെ പന്തളം കോയിക്കൽക്കാവ് ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കും. അങ്ങനെ ഉള്ള ആഘോഷ ദിവസങ്ങൾ, അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് വരും ദിവസങ്ങളിൽ വരാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർത്ഥാടകരുടെ തിരക്ക് ഇനിയും ഉയരുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ. തീർത്ഥാടകരോട് നമുക്ക് ചോദിക്കാം. സ്വാമി, എത്ര മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വന്നു? കുറേ നേരം നിൽക്കേണ്ടി വന്നു. ഒരു 4-5 മണിക്കൂറോളം നിൽക്കേണ്ടി വന്നു. തിരക്കുണ്ട്, വലിയ തോതിലുള്ള തിരക്ക് ഉണ്ട് എന്നാണ് തീർത്ഥാടകർ പറയുന്നത്. സ്വാമി, വലിയ തിരക്കുണ്ടായിരുന്നു? തിരക്ക് ഉണ്ടായിരുന്നു, അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. എന്നാലും എല്ലാവരും കണ്ടു കയറി പോകുന്നുണ്ട്. വലിയ കാര്യമായിട്ട് നിൽക്കേണ്ടി വന്നില്ല. ഇപ്പോൾ കുഴപ്പമില്ല, സുഖമായിട്ട് സ്മൂത്തായിട്ട് പോകുന്നു. അതെല്ലാം ഉണ്ട് 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 ഉണ്ട്. സ്വാമി, എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമൊന്നും ഉണ്ടായില്ല, നല്ല തിരക്കുണ്ട്. പമ്പയിൽ അങ്ങനെ കുഴപ്പമൊന്നുമില്ല, നിയന്ത്രണമൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ വെളുപ്പിനേറിയാണ്, കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ തീർത്ഥാടകർ പറയുന്നത് വലിയ തോതിലുള്ള തിരക്കുണ്ടായിരുന്നു, ക്യൂ നിൽക്കേണ്ടി വന്നു, വലിയ ബുദ്ധിമുട്ടുകളില്ല, ആളുകൾ മുൻപോട്ട് പോകുന്നുണ്ട്, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ ദർശനത്തിനെത്താൻ കഴിയുന്നുണ്ട് എന്നാണ് പറയുന്നത്. കാരണം 5 മണിക്കൂർ ക്യൂ നിന്ന തീർത്ഥാടകരുടെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. കാരണം ശബരിമല എന്ന് പറയപ്പെടുന്നത് കേരളത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു ആരാധനാ കേന്ദ്രമാണ്. അവിടേക്ക് എത്തണമെങ്കിൽ ത്യാഗങ്ങൾ സഹിച്ച്, ബുദ്ധിമുട്ടുകൾ സഹിച്ച് ദർശനം നടത്തണമെന്നുള്ള ഒരു വികാരം ഉൾക്കൊണ്ടുകൊണ്ടുവരുന്ന നിരവധി തീർത്ഥാടകരുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വലിയ ബുദ്ധിമുട്ടുകളാണ്, പ്രയാസങ്ങൾ സഹിച്ചാണെങ്കിലും അല്ലെങ്കിൽ ക്യൂ നിന്നാണെങ്കിൽ പോലും തങ്ങളുടെ അയ്യപ്പനെ കണ്ട് മടങ്ങുക എന്നുള്ള ഒരു ആഗ്രഹാഭിലാഷത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് മണിക്കൂറുകൾ 5 മണിക്കൂറിലേറെ ക്യൂ നിന്നുവെങ്കിലും അയ്യപ്പനെ കാണാൻ കഴിയുന്നു എന്നുള്ള ആശ്വാസത്തിൽ തന്നെയാണ് തീർത്ഥാടകർ ദർശനം നടത്തി മലയിറങ്ങുന്നത്. പ്രിയ, ശരി സരോജ്, എന്തായാലും നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. സന്നിധാനത്തിലുള്ള ദൃശ്യങ്ങളാണ് തത്സമയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങൾ അവധി കൂടിയാണ്, അതുകൊണ്ട് കൂടുതൽ തിരക്ക് പ്രതീക്ഷിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. ഇന്നലെ 95,326 പേരാണ് ദർശനത്തിനായി എത്തിയത്. പക്ഷേ 5 മണിക്കൂറിലധികം ക്യൂ നിന്നിട്ടും തൊഴാൻ സാധിച്ചു. അതിൻ്റെ ഒരു സംതൃപ്തി തീർത്ഥാടകരുടെ പ്രതികരണത്തിലും കേൾക്കാൻ സാധിക്കുന്നുണ്ട്. പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് അവർ തന്നെ പറയുന്നത്. സനോജാണ് വിവരങ്ങൾ നൽകിയത്.